ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു റീഫ്രെയിം. അപ്പോൾ നമ്മളിന്ന് പ്രിവ്യൂവിൽ കണ്ടുവിട്ടൊരു സൂമിൻ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്മൂത്ത് സൂമിൻ എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഞാൻ ഈ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ നിന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എടുത്തേക്കുന്നത്. നിങ്ങൾ മാക്സിമം ഒരു 4K ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി എടുക്കാൻ നോക്കുക. ഞാൻ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്പ്ലിറ്റ് ചെയ്ത ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രീ കമ്പോസ് ചെയ്യുക. ഓക്കെ, പ്രീ കമ്പോസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നള്ളേറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നള്ളേറലൈസ് നൾ ഒബ്ജക്റ്റാണ്. ഓക്കെ, നൾ ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു കേസ് ഇവിടെ സ്റ്റാർട്ടിങ് അല്ലേ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ടിങ് വരുമ്പോൾ ഇങ്ങോട്ട് വെക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് എന്താ ലെയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. സോ ഗൈസ്, അപ്പം ഇത് ഈ നൾ ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് സെൻട്രലാക്കി വെക്കുക. അയ്യോ, ഓക്കെ, ബാക്കി നമുക്ക് ഡിലീറ്റ് ചെയ്തോളാം ഗൈസ്. അപ്പോൾ ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗൈസ്, കറക്റ്റ് അല്ലല്ലോ. ഓക്കെ, കോമ്പോസിഷൻ കറക്റ്റ് അല്ലായിരുന്നു. ഓക്കെ ഗൈസ്, അതപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നള്ളേർ നിങ്ങൾക്ക് സൂമൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങോട്ടാണ് വരേണ്ടത് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെക്കുക. സെൻട്രൽ വെക്കണമെങ്കിൽ സെൻട്രൽ വെക്കാം. ഞാൻ അവിടെ ഫേസിൽ നിന്ന് എങ്ങോട്ടാണ് ഗൈസ് വെക്കുന്നത്. സോ അത് വെച്ചതിന് ശേഷം നിങ്ങളെന്താ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സ്കെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആൻഡ് തീരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ആയിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതൊരു 150 വെക്കാം. ഞാൻ ഇവിടെ 150 വെച്ചിട്ടുണ്ട് ഗൈസ്. സോ 150 വെക്കുക. ഓക്കെ, ഞങ്ങൾക്കതൊന്ന് ECC ചെയ്യാം. F9 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഫ്ലോ ആണ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് നിങ്ങളൊന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രാഫ് നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. സോ ഇതാണ് സംഭവം. ഓക്കെ, നമുക്കിനി ഇത് പേരൻറ്റ് ചെയ്യാം ഗൈസ്. സോ പേരൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്രെയിം കാര്യങ്ങൾ ഓക്കെ എല്ലാം കറക്റ്റാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പേരൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഈ കോമ്പോസിഷൻ വീണ്ടും തെറ്റിയല്ല ഗൈസ്. നമ്മുടെ കോമ്പോസിഷൻ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഫൈൻ. ഓക്കെ ഗൈസ്, അപ്പം ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നുകൂടി സ്മൂത്തനാക്കണമെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കാം. നോ പ്രോബ്ലം. ഫ്രണ്ടിലോട്ട് വെച്ചാൽ അത്ര നല്ലത്. ഓക്കെ, ആ ഒരു എഫക്റ്റ് കണ്ടല്ലോ. ആ ഒരു എഫക്റ്റ് വരണം. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു മോഷൻ ബ്ലർ ഇല്ല അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, ആ ഗ്രാഫ് ആഡ് ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം അത്യാവശ്യം ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇതേ കൂട്ട് എല്ലാ ലെയറിലും ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എല്ലാത്തിനകത്തും സെറ്റ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പം ഓക്കെ, നള്ളേർ മണ്ടൊക്കെ ആയിരിക്കണം എപ്പോഴും. ആൻഡ് ഇവിടെ സ്കെയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് പേരൻറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആൻഡ് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാം അല്ലേ.
ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഫ്രെയിം അല്ലെങ്കിൽ ഈ ഫ്രെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ആക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കണ്ടോ ആ ഒരു സ്മൂത്ത്നെസ് ഒന്നുകൂടെ കിട്ടും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ യൂസ് ചെയ്ത് നിങ്ങളുടെ ക്ലിപ്പിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ കുറച്ചുകൂടെ എടുത്തോട്ട് വെക്കാം. നോക്കാം. ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഇത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. കുറച്ചൊന്ന് സൂമിനാക്കിയിട്ടൊന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് വെക്കണം. ഇവിടെ അടുത്ത ക്ലിപ്പ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ആക്കി വെക്കുക. അതിനുശേഷം ഇതൊന്ന് കറക്റ്റ് പ്രോപ്പർ ആക്കുക. സ്കെയിൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എന്താ അടുത്തടുത്താക്കുക. ഓക്കെ, ഒന്ന് അടുത്തടുത്താക്കി വെക്കുക. ഇവിടെ ആക്ടിവേറ്റ് ആക്കാൻ നമ്മൾ നള്ള് പേരൻറ്റ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് പേരൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ക്ലിപ്പ് താഴെ ആയിരിക്കണം. ക്ലിപ്പ് താഴെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേരൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ തന്നെ ഒന്ന് പ്രോപ്പർ ആക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈൻ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പം ഇതാണ് നമ്മുടെ ഒരു സ്മൂത്ത് സൂമിൻ എഫക്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതേക്കൂടെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ കീ ഫ്രെയിം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് ട്യൂട്ടോറിയൽ. കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു ഇതെന്താണ് നിങ്ങളുടെ ക്ലിപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഒരു ഇതിൽ വെക്കുക. മാക്സിമം 4K ക്ലാരിറ്റിയൊക്കെ ഉള്ള സാധനം കയറ്റി വെക്കുക. അല്ലെങ്കിൽ നല്ല പോസ്റ്റ് ആയിരിക്കും വീഡിയോ. സോ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ ഗൈസ്, എൻ്റെ ഇവിടെ ചെറിയ ലാഗായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ജസ്റ്റ്